അപ്പോൾ എൻ്റെ ഒരു സംശയത്തിൽ നിന്ന് തുടങ്ങാം സാറേ. നമ്മളെ ഈ CPIM പോളിറ്റ് ബ്യൂറോ എന്ന് പറയുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാൻ ഇന്ന ആളുകളുണ്ട്. BJPയുടെ കേന്ദ്ര എക്സിക്യൂട്ടീവ് നിർമ്മിത ഇന്ന ആളുകളാണ് ഈ എക്സിക്യൂട്ടീവ് എന്ന് പലപ്പോഴും ആളുകളുടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യമുണ്ട്. പക്ഷേ ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരാളായ എന്നെ സംബന്ധിച്ച് കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് അങ്ങാണ്. ശരിക്ക് അങ്ങാണോ ഈ ഹൈക്കമാൻഡ്? ഞാൻ ധരിച്ചത് നാട്ടുകാരനും മട്ടന്നൂർക്കാരനൊക്കെ ആയതുകൊണ്ട് ഇത്തിരി ഒരു മൃദുത്വം കാണിക്കുന്നതായിരുന്നു. അപ്പോൾ തുടക്കം തന്നെ കളിയാക്കി തുടങ്ങിയാണ്. ഞങ്ങളുടെ പാർട്ടിയിലെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ്. അന്തിമമായി തീരുമാനങ്ങളിൽ ഒപ്പുവെക്കുന്ന ആൾ എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അവ്യക്തത ആവശ്യമില്ല. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അതുപോലെ BJPയുടെ പോലെ ഞങ്ങളുടെ പാർട്ടി ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രസിഡൻ്റാണ്. ഇപ്പം നിലവിൽ വർത്തമാനകാല ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ കോൺഗ്രസ് എവിടെയാണ് നിൽക്കുന്നത്? ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്താണ്? ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ശബ്ദമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ഞാൻ വന്ന് പത്രം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നലത്തെ ടെലിവിഷൻ കാണുമ്പോൾ ഉള്ള വാർത്ത എന്താണ് പ്രധാനപ്പെട്ട? എനിക്കറിയില്ല. താങ്കളെയാണ് അത് ഏറ്റവും എഫക്റ്റ് ചെയ്യേണ്ടത്. ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഇന്നലെ ഇന്ത്യ ഗവൺമെൻറ് എക്കണോമിക് റിവ്യൂ പുറത്തിറക്കിയിരുന്നു. അതിനകത്ത് അവർ പറയുന്ന ഒരു കണ്ടെടുത്തൽ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചയുടെ തടസ്സമായി നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രയാസകരമായി നിൽക്കുന്ന ഒന്നെന്ന് പറയുന്നത് വിവരാവകാശ നിയമമാണ്. അതായത് ജനങ്ങൾക്ക് വിവരം അറിയാനുള്ള അവകാശം കൊടുത്ത ഒരു നിയമം. ഭരണാധികാരികളെ തീരുമാനിക്കാൻ വോട്ട് ചെയ്യാൻ അധികാരമുള്ള ജനങ്ങൾ അവർക്കെന്താണ് കിട്ടുന്നത് എന്നുള്ളതിന് അവർക്ക് കുറച്ച് അവകാശങ്ങൾ കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ UPA ഗവൺമെൻറ് കാലത്ത്. അത് റൈറ്റ് ടു ഇൻഫർമേഷൻ ഉണ്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ട്, റൈറ്റ് ടു എംപ്ലോയ്മെൻ്റ് ഉണ്ട്, റൈറ്റ് ടു ഫുഡ് ഉണ്ട്. ഇതൊക്കെ വെറുതെ അല്ല. നിയമങ്ങൾ ഉണ്ടാക്കി, ആ നിയമങ്ങൾക്കനുസരിച്ച് റൂൾസ് ഉണ്ടാക്കി, ചട്ടങ്ങൾ ഉണ്ടാക്കി, അതിന് ഫണ്ട് നീക്കി വെച്ച് കാര്യങ്ങൾ നടത്തും. അതിനകത്ത് റൈറ്റ് ടു എംപ്ലോയ്മെൻറ്റ്, മനരേഖയുടെ സ്ഥിതി എന്താണെന്ന് ഇപ്പോൾ നമുക്കറിയാം. അടുത്തതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏതൊരു സർക്കാർ ഓഫീസിലെയും ഫയൽ മൂവ്മെൻറ്റിൻ്റെ കാര്യങ്ങളായാലും സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഏത് പ്രശ്നമായാലും ഒരു സാധാരണക്കാരൻ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു നിയമം അലോസരപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ ഗവൺമെൻറ് കാഴ്ചപ്പാടാണ്. ഇത് ഈ രംഗത്ത് മാത്രമല്ല, കേരളം, ഇന്ത്യ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഇത്തരം ബഹുമുഖമായ പ്രശ്നങ്ങളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പോരാടുന്നൊരു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അത് പോരാടുന്നുണ്ട്, ആ പോരാട്ടം തുടരും. അത് ഭരണം ഇരുന്നാൽ മാത്രമേ ഇത്തരം പോരാട്ടങ്ങൾ നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുന്ന പാർട്ടിയല്ല. ഭരണം വേണം പാർട്ടിക്ക്, പക്ഷേ ഭരണത്തിലില്ലെങ്കിലും ഈ പോരാട്ടങ്ങൾ നടത്തണമെന്ന് വിശ്വാസമുള്ള പാർട്ടിയാണ്. മറ്റൊരു സുപ്രധാനമായ ചോദ്യം, അങ്ങയെ സംബന്ധിച്ച് അങ്ങ് ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. രാഹുൽ ഗാന്ധി നടത്തുന്ന സമരങ്ങളെ അല്ലെങ്കിൽ പോരാട്ടങ്ങളെ ഇന്ത്യയിലാകെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് വിജയിക്കുന്നുണ്ടോ? അല്ല, അത് കോൺഗ്രസിനെ ഇതെല്ലാം ഈ ചോദ്യങ്ങളൊക്കെ എവിടെയാണ് ഉത്ഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾക്കടക്കം നമ്മുടെ സോക്കോൾഡ് ബുദ്ധിജീവികളെന്ന് പറയുന്ന അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ സർക്കാരിനോടല്ല ഇഷ്ടം. അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചോദ്യങ്ങൾ എളുപ്പം ചോദിക്കാൻ ഇഷ്ടം കോൺഗ്രസിനോടാണ്. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ED വരില്ല, CBI വരില്ല, ഒരാളും വരില്ല. മാത്രമല്ല അവരിൽ നിന്നൊക്കെ ഇളവും കിട്ടും. കോൺഗ്രസിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നാൽ ഫലത്തിൽ ഞാൻ പറയുന്നത്, താങ്കൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെല്ലാം രാഹുൽ ഗാന്ധി തന്നെ പൊതുമധ്യത്തിൽ വിഷയങ്ങളാക്കുന്നതാണ്. പാർട്ടി അത് ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ഈ പാർട്ടി ഏറ്റെടുക്കുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങളാണ് പിന്തുണ വരേണ്ടത്. ഞങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമൂഹ മാധ്യമം. പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഞാൻ വെർണാക്കുലർ മാധ്യമങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അവരുടെ റോൾ എന്താണ്? സാധാരണ ഞാൻ കേട്ടത് ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഗവൺമെൻറ്റുകളെ കറക്റ്റ് ചെയ്യാനും
ആ കറക്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ഫോഴ്സസിനെ സ്ട്രെങ്തൻ ചെയ്യാനുമാണ് ഫോർത്ത് എസ്റ്റേറ്റായ മാധ്യമങ്ങൾ ശ്രമിക്കാറുള്ളത്. ഇപ്പം അങ്ങനെ വല്ലതുണ്ടോ? ഇപ്പം അവരുടെ ജോലി എന്താ വെച്ചാൽ ഓപ്പോസിഷനെയും കൂടി വീക്കൻ ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള ചോദ്യങ്ങളിൽ പെട്ടതാണോ ഇതെന്ന് എനിക്ക് സംശയം തോന്നിയോടെ ഞാൻ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് ഏറ്റെടുക്കുന്നുണ്ട്. അത് സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡ് കണ്ടാൽ മനസ്സിലാവും. മുഖ്യധാരാ മാധ്യമങ്ങളിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല.